അങ്ങനെ പാരീസ് ബെൽജിയം ട്രിപ്പിലെ ലാസ്റ്റ് ദിവസമാണിന്ന്. നാളെ നമ്മൾ തിരിച്ചു പോവുകയായി. അപ്പോൾ ബെൽജിയത്തിലെ തന്നെ രാവിലത്തെ കാഴ്ചകൾ കാണാനായിട്ടാണ് ഞങ്ങളിപ്പോൾ ഇന്ന് ഇറങ്ങിയത്. ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു അജണ്ടയൊന്നുമില്ല കേട്ടോ. ഇന്ന് എവിടേക്കാണോ പോകാൻ പറ്റുന്നത് അവിടെയൊക്കെ പോവാം. പിന്നെ ഒരേ ഒരു സ്ഥലം വിചാരിച്ചത് ഗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. അത് ബെൽജിയത്തിലെ ബ്രസൽസിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. ഒരു 40-45 മിനിറ്റ്സ് ട്രെയിനിൽ പോകണം. അത് ഉച്ചയ്ക്ക് ശേഷം പോകാം എന്നാണ് ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ രാവിലെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ എവിടേക്കാണ് പോകേണ്ടതെന്ന് പ്രത്യേകിച്ച് തീരുമാനമൊന്നുമില്ല. അപ്പോൾ സെൻട്രലിൽ പോയിട്ട് അവിടുന്ന് അടുത്ത് എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ നടന്നു പോകാം എന്നിങ്ങനൊരു പ്ലാനിലാണ് ഇപ്പോൾ ഞങ്ങൾ. അതിൽ കയറണോ? ഇതിൽ പോകാൻ പറ്റുമോ? ക്ലോസ്. അങ്ങനെ ഞങ്ങൾ ട്രാമിൽ സിറ്റി സെൻട്രലിൽ ഇറങ്ങി അവിടുന്ന് ഇങ്ങനെ നടന്ന് ഒരു മോണ്ടിസ് ആർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗാർഡൻ ഉണ്ടെന്ന് കണ്ടു. അപ്പോൾ അവിടേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പോൾ. അയ്യോ, ഇതാണ് കേട്ടോ ആ മോണ്ടസ് ആർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഗാർഡൻ. നല്ല ഭംഗിയുള്ള, അവിടെ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻസ് നടക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ. പിന്നെ അതുപോലെ കുറേ ആർക്കിടെക്ട് സ്റ്റുഡൻസ്, BArchന് പഠിക്കുന്ന സ്റ്റുഡൻസ് അവിടെ ഇരുന്നു കൊണ്ട് അവരുടെ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യണതാണ് ഞങ്ങൾ കണ്ടത്. അവിടെ ഫുള്ള് എന്തൊക്കെയോ വർക്കുകൾ റെനോവേഷൻ നടക്കുകയാണെന്നാണ് മനസ്സിലാക്കിയത്. കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഇത് ആക്ച്വലി ആ ബ്രസൽസ് സെൻട്രൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്റ്റേഷൻ്റെ ചുറ്റുമുള്ളൊരു റിങ്ങാണ്. കുഞ്ഞുണ്ണി എന്തൊക്കെയാ കാട്ടണ? പിടിച്ചോ ഇതിനെ ഞാൻ പിടിച്ചു വിട. ഞങ്ങൾ അവിടുന്ന് പിന്നെയും ഈ നമ്മുടെ ടൗൺ സ്ക്വയറിലേക്കാണ് പോവാമെന്ന് വിചാരിച്ചത്. രാവിലെ ഈ പറഞ്ഞ പോലെ വൈകുന്നേരങ്ങൾ കണ്ടു, രാത്രി കണ്ടു. അപ്പോൾ രാവിലത്തെ ഒരു ഭംഗിയും കൂടെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ ടൗൺ സ്ക്വയറിലേക്ക് ഒന്നുകൂടെ വന്നു. ഈ ഒരു സ്ഥലം ഞങ്ങൾക്ക് ശരിക്കും മിസ്സായി കേട്ടോ. മുന്നേ 2 ദിവസം വന്നപ്പോഴൊക്കെ ഈ സ്ഥലം ശരിക്കും ഒരു മാർക്കറ്റ്, അത് ഈ ടൗൺ സ്ക്വയറിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു മാർക്കറ്റാണ്. ഭയങ്കര വിലയായിരുന്നു എല്ലാത്തിനും. നല്ല രസമുണ്ടായിരുന്നു, കാണാനൊക്കെ നല്ല രസമാണ്. പക്ഷെ ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല. ഒക്കെ നമുക്ക് നോക്കുമ്പോൾ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള, പിന്നെ അധികവും ഈ പറഞ്ഞ പോലെ വിൻ്റർ ക്ലോത്ത്സുകളാണ്.
ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബെൽജിയത്തിലെ അല്ലെങ്കിൽ ബ്രസൽസിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സെൻറ്റ് മൈക്കിൾ കത്തീഡ്രൽ എന്ന് പറഞ്ഞിട്ടുള്ള സെയിൻറ്റ് മൈക്കിൾ കത്തീഡ്രലിലേക്കാണ്. അത് ദൂരെ കാണുന്നതാണ് കേട്ടോ ആ കത്തീഡ്രൽ. പക്ഷെ അതിലേക്കുള്ള ഈ വഴി എന്ത് രസമാണ് കാണാമെന്നറിയോ. ഫുള്ളി ഓട്ടം സീസൺ ആയതുകൊണ്ട് എല്ലാ ഇലകളും താഴെ കൊഴിഞ്ഞ് കിടന്ന് ആ ഒരു നടക്കണ വീതി അവിടെ നടക്കണ ഭാഗം മാത്രം അവർ മോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. പക്ഷെ എന്ത് രസമാണ് ആ ഭാഗം കാണാൻ. ഇതാണ് സെൻറ്റ് മൈക്കിൾ കത്തീഡ്രൽ. എൻ്റെ അമ്മ എന്തൊരു വലുപ്പമല്ലേ. ഈ സെൻറ്റ് മൈക്കിൾ കത്തീഡ്രലിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ കത്തീഡ്രൽ ഫേമസ് ആയത് റോയൽ വെഡ്ഡിങ്ങുകൾ അതുപോലെ റോയൽ ഫ്യൂണറലുകൾ ഒക്കെ നടത്തുന്നത് ഇവിടെയാണ്. ഇവിടെ കുറേ പിക്ചറുകൾ കാണാനുണ്ട് കേട്ടോ. ഇവിടുത്തെ രാജാക്കന്മാരുടെ ഫോട്ടോസുകളാണെന്ന് തോന്നുന്നു. അവരുടെ ഓരോ ഫങ്ഷൻ്റെയൊക്കെ ഫോട്ടോസ് ആണ് ഇവിടെ വച്ചേക്കുന്നത്. പറഞ്ഞ പോലെ റോയൽ വെഡ്ഡിങ്ങുകൾ നടന്നതിൻ്റെയാണ് ഫോട്ടോസ് വെച്ചേക്കുന്നത്.
ചർച്ചിൻ്റെ അടുത്ത് ഒരു റോയൽ പാലസ് ഉണ്ട്. ഈ റോയൽ പാലസിൻ്റെ ഓപ്പോസിറ്റായിട്ട് വലിയൊരു ഗാർഡൻ ഉണ്ടെന്ന് അറിഞ്ഞു. റോയൽ ഗാർഡൻ എന്നാണ് അതിന് പറയുക എന്നാണ് നോക്കിയപ്പോൾ കണ്ടത്. അപ്പോൾ അങ്ങോട്ട് ആണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓട്ടം സീസൺ ആയതിൻ്റെ ഒരു ബ്യൂട്ടിയാണ് ആ ലീവ്സൊക്കെ ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കുന്നത് കാണാം നമുക്ക്. ഷവറിങ് ഓഫ് ലീവ്സ് ആക്ച്വലി. നല്ല കേട്ടോ, കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം. കാര്യമൊന്നുമില്ല, പക്ഷെ ഭയങ്കര ഏരിയ ഉണ്ട് എന്നാണ് മനസ്സിലാക്കിയത്. കുഞ്ഞുണ്ണിക്ക് ആകെ ആവശ്യം ഇവിടെ എവിടെയാണ് പാർക്ക് എന്നാണ്. പാർക്ക് അന്വേഷിച്ചിട്ടുള്ള നടത്താണ് ആ ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അവനെന്തായാലും നല്ല ഉഷാറായിരുന്നു. അതായിരുന്നു ആക്ച്വലി ഈ ട്രിപ്പിൽ ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ പറ്റാനുള്ള കാരണം. രാത്രി ഒരു 8 മണി കഴിഞ്ഞാൽ മൂപ്പരാളുടെ സ്വിച്ച് ഓഫായി പോവും. പക്ഷെ അതുവരെ രാവിലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞ് നടത്തിച്ച് ഒക്കെ കഴിഞ്ഞ് വർത്താനമൊക്കെ പറഞ്ഞ് എല്ലാം കഴിഞ്ഞ് അവന് കളിക്കാനുള്ള കുറച്ച് ഗ്യാപ്പും കുറച്ച് സ്ഥലങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മൂപ്പരാൾ ഹാപ്പി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ സഹായിച്ചത് അവൻ്റെ ഉഷാറായതുകൊണ്ടാണ്. അങ്ങനെ പാർക്ക് കണ്ടുപിടിച്ചു ഞങ്ങൾ. ഒരാൾ കളിക്കാനുള്ള ഉഷാറായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ. ഞങ്ങൾ ഇനി പോകാൻ പോണതാണ് നമ്മുടെ ഇന്നത്തെ ആക്ച്വൽ മെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ഗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറ്റിയാണ്. ആ സിറ്റിയിലേക്ക് നമ്മൾ ട്രെയിൻ എടുത്തിട്ട് വേണം കേട്ടോ പോകാൻ. അപ്പോൾ ആ ട്രെയിന് കയറാനുള്ള സ്റ്റേഷനാണിത്. സ്റ്റേഷനിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണ് അതിൻ്റെ.
ട്രെയിൻ ബോർഡ് ചെയ്തിട്ട് ട്രെയിൻ തന്നെയാണ്, മെട്രോ അല്ല കേട്ടോ, നോർമൽ ട്രെയിനാണ്. നമ്മൾ SNCFൻ്റെ ട്രെയിനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഗണ്ടിലേക്ക് ഒരു 40-45 മിനിറ്റ്സ് ദൂരമുണ്ട്. അപ്പോൾ കുറച്ച് നേരം നമുക്ക് ഈ പറഞ്ഞ പോലെ ഉച്ച സമയമായതുകൊണ്ട് റെസ്റ്റ് എടുക്കാനും ഒക്കെ ഈ ഒരു ട്രാവൽ നല്ല ആപ്റ്റായി. രാവിലത്തെ അലച്ചിലും നടത്തവും ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റിയൊരു ടൈമായി ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. കുഞ്ഞുണ്ണിയും ഞങ്ങൾ ഈ പറഞ്ഞ പോലെ കുറച്ച് നേരം കിടത്തി ഉറക്കാം എന്നാണ് വിചാരിക്കണേ. ഉറങ്ങും അറിയില്ല. അങ്ങനെ നമ്മൾ ഗണ്ടിൽ സ്റ്റേഷനിൽ ഇറങ്ങി. അവിടുന്ന് നമ്മളിപ്പോൾ ഒരു ട്രാം പിടിച്ചിട്ട് വേണം നമുക്ക് കാണാനുള്ള ടൂറിസ്റ്റ് പ്ലേസസിലേക്ക് പോകാനായിട്ട്. നമ്മളിപ്പോൾ ഈ പോകുന്ന ഗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സിറ്റി എന്ന് പറയുന്നത് നോർത്തേൺ യൂറോപ്പിലെ ഏറ്റവും വലുതും അതുപോലെ ധനികരായിട്ടുള്ള ഒരു സിറ്റികളിലൊന്നാണ്. പാരീസ് കഴിഞ്ഞാൽ ഏറ്റവും നെക്സ്റ്റ് ഒരു വെൽത്തിയസ്റ്റ് സിറ്റി എന്ന് പറയുന്നതായിരുന്നു ഈ ഗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതാണ് അതിൻ്റെ ഒരു ഹിസ്റ്ററി. ഇവിടെ മെയിനായിട്ട് 2 കനാലുകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴും അതെ. ആ കനാലുകളുടെ പേര് ഷെൽഡ് അതുപോലെ ലേ എന്നാണ്. ഈ 2 കനാലുകൾ യൂസ് ചെയ്തിരുന്നത് കൂടുതലായിട്ടും ക്ലോത്ത് ട്രേഡിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അന്നത്തെ മേജറായിട്ടുള്ള ഒരു വെൽത്ത് ഉണ്ടാവാനുള്ള കാരണം ഈ ട്രേഡിങ് വഴിയായിരുന്നു. ആക്ച്വലി ഗണ്ടിൽ കാണാനുള്ളത് നമുക്ക് കുറേ ചർച്ചുകളും പിന്നെ ഒരു കാസിലുണ്ട്, പിന്നെ ഈ കനാലിലൂടെ ഒരു റൈഡ്, അങ്ങനെയൊക്കെയാണെന്നാണ് കണ്ടത്. നമുക്ക് എന്തായാലും പോയി നോക്കാം. മാറിക്കൂ. ഈ ഗണ്ട് ആക്ച്വലി സറൗണ്ട് ചെയ്തിരിക്കുന്നത് ഒരു 3 പള്ളികൾ വെച്ചിട്ടാണ്. ഒരു നിക്കോളാസ് ചർച്ച്, അതുപോലെ തന്നെ മൈക്കിൾ ചർച്ച്, പിന്നെ അതുപോലെ ബാവു ചർച്ച് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ 3 ചർച്ചും ഏകദേശം അടുത്തടുത്തൊക്കെ തന്നെയാണ്. ആക്ച്വലി സിറ്റി കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പാരീസിൽ നിന്ന് അല്ലെങ്കിൽ ബെൽജിയത്തിൽ നിന്ന് ഒക്കെ വരുമ്പോൾ ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള ഒരു സിറ്റിയാണ് ഈ ഗണ്ട് എന്ന് പറയുന്നത്. നമുക്ക് കൾച്ചറായിട്ട് ആയാൽ തന്നെ ഭയങ്കര ഡിഫറെൻ്റാണ് ഇവിടെ.
ഇവിടെയും ഏകദേശം ഒരു ടൗൺ സ്ക്വയർ പോലൊരു, നമ്മൾ ബ്രസൽസിലുള്ള ഒരു ടൗൺ സ്ക്വയർ പോലെ ഈ ചർച്ചുകളും ബിൽഡിങ്സിൻ്റെയൊക്കെ ഇടയിൽ ഒരു 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 ഗ്രൗണ്ട് പോലെ ഒരു ഏരിയ ഉണ്ട്. അവിടെയാണ് ഇപ്പോൾ ഈ കുഞ്ഞുണ്ണി കളിച്ചുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞുണ്ണിയുടെ കുറേ ന്യൂ ഫ്രണ്ട്സിൻ്റെ കൂടെ. അവിടെ പോയി നിന്നാ മതി. അയാളുടെ ചെയ്യണേ, അയാളുടെ അടുത്ത് പോയി നിന്നാ കൊറേ കിട്ടും. ചെയ്യണ അയാളുടെ അടുത്ത്. ഇവിടേക്ക് വാ അതാ ആ മുത്തശ്ശന്റെ അടുത്ത്. അതാ വെയിറ്റ് ചെയ്യൂ. കുഞ്ഞുണ്ണി ഇങ്ങോട്ട് നീങ്ങിക്കും. ഇനി നമ്മൾ പോകാൻ പോണത് ആ കനാലിൻ്റെ അടുത്തൊക്കെയാണ് കേട്ടോ. കനാലിൽ ബോട്ടിംഗ് ഒക്കെ ഉണ്ടെന്നാണ് അറിഞ്ഞത്. ഇപ്പം ഉണ്ടോയെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കി നോക്കാം. ആഹാ, ബോട്ടിംഗ് ഉണ്ടല്ലോ ഇപ്പോൾ കനാലിൻ്റെ. എന്തായാലും നല്ല രസമുണ്ട് കാണാൻ. കനാലിൻ്റെ രണ്ട് സൈഡിലും നിറച്ച് ബിൽഡിങ്ങുകളാണ്. കുറേ ബോട്ടുകളും ഉണ്ട് കേട്ടോ. ഇവിടെ ബോട്ട് സർവീസുകളും ഉണ്ട്. ബോട്ടിങ്ങിന് പോവാമെന്നാണ് ഇപ്പോൾ വിചാരിക്കണേ. Good afternoon, welcome on board. My name is Arjen and today I will try to convince you that Ghent is the most beautiful city of Belgium. Ik heb hier heel veel Nederlands gehoord, denk ik. Ja. Rest of you speaks English? English? Français? Okay. So, we're gonna start the tour in the old port of the city, behind the bridge over there, in the old harbor. Now, in the Middle Ages, that harbor was one of the most important ones in our region, because by the 13th century, Ghent was already the second largest city here in the north of Europe. With a population of 65,000 people, Ghent was bigger than, for example, Cologne or even London, and only Paris was bigger than Ghent. A big city needs a lot of food, so we needed a harbor specialized in the import of grain, which came from the north of France. നേരത്തെ പറഞ്ഞ പോലെ ഈ കനാല് കൂടുതലായിട്ട് ട്രേഡിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മെയിനായിട്ട് ക്ലോത്ത് ട്രേഡിംഗ് ആണ്. അപ്പോൾ ഈ ആള് പറഞ്ഞു തന്നെ എന്ന് വെച്ചാൽ ഈ രണ്ട് സൈഡിലും കാണുന്ന കുറേ ബിൽഡിങ്സുകൾ അന്ന് ഈ ട്രേഡിങ്ങിന് വേണ്ടിയിട്ടുള്ള വെയർ ഹൗസസ് ആയിരുന്നു. ഈ ക്ലോത്ത് കൊണ്ടുവന്നിട്ട് അവിടെ വെച്ച് പിന്നെ പല സ്ഥലങ്ങളിലേക്കും ട്രേഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരുന്ന ബിൽഡിങ്സുകളാണ്. അത് ഇപ്പോൾ അധികവും ഹോട്ടലുകളും അതുപോലെ തന്നെ പബ്ബുകളും ഒക്കെയാണ്.
Today that is one of the smallest bars in the city with room for 10 people. In the middle is the belfry, which was a kind of watchtower in the Middle Ages, symbolized the autonomy of the city and also the wealth, with on the top the golden animal, which is not ഈ ഗണ്ടിലെ ക്ലോത്ത് ട്രേഡ് എന്ന് പറയുന്നത് അധികവും 13th and 14th സെഞ്ച്വറീസിലാണ് ഉണ്ടായിട്ടുള്ളത്. So this boat here, the ship, is a replica copy of a ship that was used in the 17th century to transport rich people and nobility between Ghent and Bruges. ഈ ലീ ആൻഡ് ഷിൽഡ് റിവേഴ്സാണ് ഈ ട്രേഡ് റൂട്ടുകൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ ഇംഗ്ലണ്ടിൽ നിന്നും റോ ആയിട്ടുള്ള വൂള് ഇമ്പോർട്ട് ചെയ്തിട്ട് അത് ഈ പറഞ്ഞ പോലെ യൂറോപ്പ് അക്രോസ് ആയിട്ട് മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ആക്ച്വലി ഗണ്ടിൻ്റെ മെയിൻ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതാ അവിടെ ദൂരെ ആ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ ഒരാൾ വെള്ളത്തിലേക്ക് ചാടാൻ നിൽക്കണം കണ്ടില്ലേ. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് അതാ ഒരു ലേഡിയാണ്, അത് ലേഡിയും വെള്ളത്തിലേക്ക് ചാടാൻ നിൽക്കുന്നുണ്ട്. ഇത് ഗണ്ടിൻ്റെ വാട്ടർ വേസിൽ മെയിനായിട്ടൊരു ഹിസ്റ്റോറിക് ഐക്കോണിക് ആയിട്ടുള്ളൊരു സ്ട്രക്ചേഴ്സാണ്. ഡൈവറും ഡൈവിങ് ലേഡിയും എന്നാണ് അവർ പറയണത് അതിനെ. On a couvert quelques parties de la rivière. Ici, c'est la dernière partie couverte. ഇത് ആക്ച്വലി ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ടണലാണ് കേട്ടോ. ഇതിൻ്റെ തൊട്ട് അപ്പുറത്താണ് ഒരു ഡെവിൾസ് കാസിൽ എന്ന് പറഞ്ഞിട്ടൊരു കാസിലൊക്കെ ഉണ്ട്. പേരങ്ങനെയാണ് പറഞ്ഞത്. ഇതാണ് ഗണ്ടിലെ ഫേമസ് ആയിട്ടുള്ള ഗ്രാവൻസ്റ്റീൻ കാസിൽ. ഇതിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രി ഒന്നും ഇല്ല തോന്നുന്നു ഇപ്പോൾ. ഇതിപ്പോൾ ബോട്ടിലിങ്ങനെ പോയപ്പോൾ സൈഡിൽ കണ്ടതാണ്. നല്ല രസമുണ്ട്. ശരിക്കൊരു കാസിൽ ലുക്ക് അല്ലേ, നമ്മൾ ഈ പിക്ചറിലൊക്കെ കാണുന്ന പോലെ ബ്രിക്സ് ഒക്കെ അടുക്കി വെച്ചിട്ടുള്ള ഒരു സ്ട്രക്ചർ. Today the building is a museum, so you can visit. Has a very, very good audio guide. അങ്ങനെ ഗണ്ട് എന്ന മനോഹരമായിട്ടുള്ള ഒരു സിറ്റിയിലൂടെയുള്ള യാത്രയാണ് ഞങ്ങളുടെ പാരീസ് ബെൽജിയം ട്രിപ്പിലെ ലാസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത്. നാളെ തിരിച്ചു പോവുകയെന്ന് ആലോചിക്കുമ്പോൾ ഒരു സങ്കടമൊക്കെ ഉണ്ട്. സങ്കടം ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് തിരിച്ച് വീട്ടിലെത്തണ്ടേ. ലാസ്റ്റ് സ്പോട്ട് ഗണ്ടെന്ന് പറഞ്ഞത് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കലാശക്കൊട്ട തന്നെയായി. അടിപൊളിയായിട്ടുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിയുള്ളൊരു സ്ഥലം അങ്ങനെ വേണം പറയാൻ ഗണ്ടിനെ. അപ്പോൾ എന്തായാലും തകർത്തു, സൂപ്പർ. നല്ല ഉഷാറായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു, മനോഹരമായിട്ടുള്ളൊരു പ്ലേസായിരുന്നു ഇന്നത്തെ യാത്രകളിലെല്ലാം.